മോദിജിയും ഇന്ത്യയും RSSുമെല്ലാം ലോകം മൊത്തം മാറി എന്നാണ് ഒരു യൂട്യൂബർ പറഞ്ഞത്. അമേരിക്കൻ മുൻനിര പത്രം ന്യൂയോർക്ക് ടൈംസ് ഒന്നാം പേജിൽ വലിയ വാർത്തയായി മോദിയെയും RSSനെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് കൊടുത്ത വാർത്ത ഇന്ന് ലോകമൊട്ടാകെ ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്നിരിക്കലും ഇന്ന് ആഗോളതലത്തിൽ ഇന്ത്യയുടെ നില പരിങ്ങലിൽ ആണ് എന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ വിദേശ രാജ്യങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവേണ്ടത്. അയാൾ പറയുന്ന തന്നെ ഉപോത്ബലകമായിട്ടുള്ളത് അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. അവരാണോ ഇന്ത്യയുടെ ഭരണത്തിന് മോഡിയുടെ ഭരണത്തിനൊക്കെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്? ഇന്ത്യ നാറിയെന്ന് പോലും ഇന്ത്യ ഏത് നിലയിൽ നിൽക്കുന്നു എന്ന് വല്ല വിവരവും ഈ വിവരദോഷിക്കുണ്ടോ? നാറിയത് ഇന്ത്യയല്ല, നാറി എന്ന് പറഞ്ഞ് നടക്കുന്ന യവനെപ്പോലുള്ള പരനാറികളാണ് ഇവിടെ നാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു തന്നെ കേട്ടോ, നരേന്ദ്രമോദിയുടെ പിടിപ്പുകേട് കൊണ്ട് ഇന്ത്യക്കാർക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ, നാണക്കേടുകൾ, ഇന്ത്യക്കുണ്ടായ മാനക്കേട്, ഇതെല്ലാമാണ് ഒരു തിരിഞ്ഞുനോട്ടം, ഇതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം. അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മോദിയും കിങ്കരന്മാരും അങ്ങനെ നുണ പറയുമ്പോൾ സത്യാവസ്ഥ പറയാനും ആരെങ്കിലും വേണമല്ലോ. രാജ്യത്തിന് ആകമാനം അപമാനം സംഭവിച്ചിരിക്കുന്നു. എന്തിനാ ഇവനൊക്കെ ഇതൊക്കെ പറയുന്നതെന്നറിയാമോ? ഇന്ത്യ ശക്തമായി നിൽക്കുന്നത് ഇവനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ നാടിനെ ശിഥിലമാക്കി മറ്റു രാജ്യങ്ങളുടെ അടിമകളാക്കി നിലനിർത്താനുള്ള എവൻ്റെയൊക്കെ വ്യഗ്രതയാണ്. RSSന്റെയും മോഡി ഭരണത്തിൻ്റെയും കീഴിൽ ഇന്ത്യ അത്യുജ്വലമായ മുന്നേറുന്നതിൻ്റെ കണ്ണുകടിയാണ്. ഈ പരനാറികളാണ് ഇന്ത്യയെ അമേരിക്കയിലെ ഒരു പത്രത്തിൻ്റെ വാർത്ത വെച്ചുകൊണ്ട് അപമാനിക്കാൻ നടക്കുന്നത്. ഈ രണ്ട് യൂട്യൂബുകൾ കണ്ടപ്പോൾ ബാലചന്ദ്ര മേനോന്റെ സമാന്തരങ്ങൾ എന്ന സിനിമയിലെ ഒരു രംഗമാണ് ഓർമ്മ വന്നത്. ഒരു കുഞ്ഞു രാഷ്ട്രീയക്കാരൻ ബിൽ ക്ലിന്റനെ വിരട്ടുന്നതാണ് ആ രംഗം. ഈ സിനിമയിൽ ബാലചന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്ന ഇസ്മയിൽ എന്ന കഥാപാത്രത്തിൻ്റെ കൊച്ചുമകൻ അപ്പുവാണ് ബിൽ ക്ലിന്റനെതിരെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കത്തയക്കുന്നത്. ആ കത്തിലെ വാചകം ഇങ്ങനെയാണ്: പ്രസിഡന്റ് ക്ലിന്റന് ഞാൻ ഒരു കത്തയക്കുന്നു. ഇനി മേലിൽ യുദ്ധം നിർത്തിയില്ല എങ്കിൽ ഞാൻ അയാളെ വന്ന് കാണും, ഞാൻ അയാളെ കൊന്നുകളയും എന്നാണ് ആ കത്തിലെ വാചകം. ഈ കുഞ്ഞു മനസ്സിൽ ഉണ്ടായ വികാരം തൻ്റെ ഈ കത്ത് കിട്ടുമ്പോൾ അതിലെ വാചകങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബിൽ ക്ലിന്റൺ ആകെ ഭയന്ന് വിറച്ച് വല്ലാതെ തകർന്ന് തരിപ്പണമായി പോകും എന്നാണ്. അപ്പോൾ ഈ പത്രവാർത്ത, അമേരിക്കയിലെ ഇറങ്ങിയ ഈ പത്രത്തിൽ ഇങ്ങനെയുള്ളൊരു വാർത്ത കാണുമ്പോൾ മോദിജിയും RSSും എല്ലാം തകർന്ന് തരിപ്പണമാകും എന്നാണ് ഈ ശുംഭന്മാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ മനോഭാവമുണ്ടല്ലോ, തൻ്റെ ഈ വിരട്ടൽ കേട്ട് ക്ലിന്റൺ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള വിശ്വാസമാണ് അവനുള്ളത്. അതേ സ്റ്റാൻഡേർഡേ ഉള്ളൂ ഈ അമേരിക്കയിലെ ഈ പത്രത്തിനും. അത് പൊക്കിപ്പിടിച്ചോണ്ട് മോഡിയും ഇന്ത്യയും നാറി അപമാനിതരായി തലകുനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ യൂട്യൂബർമാർക്കും.